നമ്മുടെ റെസിപ്പി ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയാണ്. ബീഫും ബ്രെഡും വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പോള. നല്ല ടേസ്റ്റുള്ളൊരു പോളയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞതും പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് സവാള നല്ല സോഫ്റ്റായി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വാടി കിട്ടണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടച്ച് വെച്ചിട്ടാണെങ്കിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാം. തുറന്ന് വെച്ചിട്ടാണെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം ഗരം മസാല ഉണ്ടാക്കുന്നത് ഞാനൊരു ബിരിയാണിയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണോളം മുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് പൊടികളൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം. ഞാനൊരു 1/2 കപ്പോളം ബോൺലെസ് പീസാണ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ കറിയിൽ നിന്ന് ബാക്കി വന്ന ബീഫ് എടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ സ്നാക്കിനായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മഞ്ഞളും ഉപ്പും പിന്നെ കുരുമുളക്, മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിൻ്റെ ഫില്ലിങ്ങിന് കറിവേപ്പില നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല സൂപ്പർ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മുട്ടയുടെ ബാറ്ററാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഒരു 5 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ മിക്സിയിൽ ചെയ്താലും മതി. അപ്പോൾ ഞാനൊന്ന് വിസ്ക് വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. തിളപ്പിച്ചതൊന്നല്ല, സാധാരണ പാല്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മിക്സിയിൽ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. മിക്സിയിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദ വേണം നിർബന്ധമില്ല. നല്ലൊരു പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. മൈദ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് ഒട്ടും കട്ടകളില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു 8 ബ്രെഡ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറുള്ള ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അങ്ങനെ ഈ ഒരു 8 ബ്രെഡ് നമുക്ക് ചെയ്തെടുക്കണം. അത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പോള ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സോസ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യണം. നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ ബാറ്ററിന് ഒരു 2 തവി ബാറ്റർ ഒഴിച്ചിട്ട് താഴ്ഭാഗം ഒന്ന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത പാട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലെയറിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ ബാറ്ററിൽ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ലെയർ ചെയ്യണം. ചെറിയ ഗ്യാപ്പൊന്നും വരുന്നത് പ്രശ്നമൊന്നുമല്ല. ഇടയ്ക്ക് ആ മസാലയും ബ്രെഡിൻ്റെ ടേസ്റ്റും മുട്ടയുടെ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലെയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ലെയറിൽ ഞാൻ 2 ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ലെയർ ഞാൻ ഒന്ന് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ബീഫിൻ്റെ ഫില്ലിംഗ് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. കംപ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ട, നമ്മൾ ഇനി ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി 2 ബ്രെഡ് അതുപോലെ തന്നെ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലും ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടോട്ടൽ 8
ബ്രെഡാണല്ലോ എടുത്തിട്ടുള്ളത്. നമ്മൾ 4 ലെയറായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെയും ഞാൻ 2 ബ്രെഡ് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി വന്ന 2 ബ്രെഡ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. മുട്ടയിൽ മുക്കിയിട്ട് ഒന്ന് ലെയർ ചെയ്തെടുക്കാം. ഇനി ആ മുട്ട ഒന്ന് നമുക്ക് അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ ഒന്ന് ഓടിച്ചു പോകണം. മുകളിലും ഒന്ന് കവറായി കിട്ടണം. അപ്പോൾ അതിനുശേഷം ഒരു തവി വെച്ചിട്ട് ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് മസാലയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പിസി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കളറുള്ള ക്യാപ്സിക്കം ഞാൻ കട്ട് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിയും പിന്നെ റെഡ് കളറുള്ള ക്യാപ്സിക്കും യെല്ലോ കളറുള്ള ക്യാപ്സിക്കം അതുപോലെ ഗ്രീൻ ക്യാപ്സിക്കം അതും ഉണ്ട്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ എന്ത് വെച്ചിട്ടും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. വേണമെങ്കിൽ ആ മസാല കുറച്ച് ബാക്കി വെച്ചിട്ട് അത് വെച്ചിട്ടായാലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പ്രസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് നമ്മളത് തിരിച്ചിടുന്ന സമയത്ത് ക്യാപ്സിക്കൊക്കെ പുറത്തേക്ക് പോകും. അങ്ങനെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്. നമ്മൾ ഇതുവരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് ക്യാപ്സിക്കം വട്ടത്തിൽ മുറിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ഒരു 25 മിനിറ്റ് ആവുന്നുണ്ട് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അടിക്ക് പിടിക്കും എന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ താഴെ ഒരു തട്ട് വെക്കുക. അതിൻ്റെ മുകളിൽ ഈ സോസ് പാൻ എടുത്ത് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം മറ്റേ ഭാഗം. അപ്പോൾ ഒരു തവയിൽ കുറച്ച് നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല തണുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ചൂടോടെ കട്ട് ചെയ്യുകയാണെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റുള്ളൊരു പോളയാണ്. ഇടയ്ക്ക് ആ ഒരു മസാലയും പിന്നെ ആ ബ്രെഡിൻ്റെ ലെയറും ഒക്കെ കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാണുന്നില്ലേ? അപ്പോൾ എന്നോട് ഫീഡ്ബാക്ക് പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്